ഏജന്റ് എനിക്കറിയില്ല, അത് അവളുടെ പേഴ്സണൽ കാര്യമാണ്. അവൾക്ക് ഇഷ്ടമാണെങ്കിൽ നടത്താം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് സുഹൃത്തുക്കളായിരുന്നു ഒരു കാലത്ത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് മനസ്സിലാക്കിയ പുള്ളിക്കാരി? നല്ല മീൻസ് ഞാൻ അവളുടെ അടുത്ത് ജെന്യുവൻ ആയിട്ടായിരുന്നു നിന്നത്. അവളും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ അതിന്റെ ഇടയ്ക്ക് കുറെ വേറെ ആൾക്കാരൊക്കെ കയറി വന്നു, കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കി. അങ്ങനെ കുറെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ട്. അത് നിങ്ങളെല്ലാരും കൂടി അല്ലേ എനിക്ക് ചാർജ് തന്നിരിക്കുന്നത്. കട്ടപ്പ അത് പുറത്തുള്ള സാധനമാണ് അകത്തേക്ക് കൊണ്ടുവന്നത്. കപ്പോ? കപ്പ എനിക്കറിയില്ല. അനുമോൾ അടിക്കട്ടെ. അനീഷ് നല്ലൊരു ഗെയിമറായിരുന്നു, പക്ഷെ ഇപ്പൊ വേറെ റൂട്ടിലേക്ക് പോകുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. ഗെയിം ഇപ്പൊ ആള് കുറച്ചുകൂടി ഒരു ലോ ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു സ്ട്രാറ്റജി ആയിരുന്നു കുറച്ചുകൂടി നല്ലത്. മേബി പറയാൻ പറ്റില്ല, ഇനിയും അടുത്തത് ഇനി എന്താണ് വരാൻ പോകുന്നതെന്ന് അറിയത്തില്ലല്ലോ. നമുക്കൊന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത പോലെയാണ് ഇപ്പൊ എല്ലാം പൊക്കോണ്ടിരിക്കുന്നത് ഓരോ എപ്പിസോഡ്. അനുമോള് പിആറുള്ള കാര്യം ആവശ്യമാക്കി വെച്ച് എത്ര എമൗണ്ട് ആണെന്ന് പറഞ്ഞിരുന്നു? അത് ഞാൻ അകത്ത് കയറുമ്പോ ഒരാൾ പറഞ്ഞു, അതുകൊണ്ട് ചോദിച്ചോ. അനുമോളുടെ പിആർ എത്ര എമൗണ്ട് ആണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ച് പറഞ്ഞു? 16 15 ലക്ഷം. അതിപ്പോ ഒരാളോട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവര് ഉള്ളത് പറയോ? ഉള്ള കാര്യം പറയത്തില്ലല്ലോ. അവളുടെ മനസ്സിലൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ സമയത്ത് കുറെ പേരുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. സോ അതുപോലെ എന്റെ അടുത്തും പറഞ്ഞു. ബിന്നി റിയൽ ആയിട്ടുള്ള കാര്യമാണ് സത്യം പറഞ്ഞത്. പിന്നെ അതിനകത്ത് വളച്ചൊടിച്ച് ബിന്നിനെ എല്ലാരും കൂടി കുറ്റപ്പെടുത്തുന്നത് ഞാൻ കണ്ടു. എന്റെ അടുത്തും അനു പറഞ്ഞിട്ടുണ്ട്, അവിടെ പല ആൾക്കാരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. സോ പക്ഷെ അനുവിന്റെ ഫാമിലി അത് മീൻസ് നിഷേധിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അതെനിക്കറിയില്ല എന്താണ്. എല്ലാരും അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. നിവിൻ ഇപ്പൊ കുറച്ചുകൂടി വേറൊരു മീൻസ് പഴയ ട്രാക്കിലേക്ക് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഷനാസിക്ക് അതുപോലെ. അത് അവർക്ക് മേ ബി അറിയായിരുന്നു കാണും. ബിഗ് ബോസിന് ഓൾറെഡി ചിലപ്പോ മണി ബാങ്ക് സാധനം വെച്ച് കഴിഞ്ഞാൽ മണി ബോക്സ് വെച്ച് കഴിഞ്ഞാൽ മേ ബി അവൻ എടുത്തോണ്ട് പോകുന്ന അറിയായിരിക്കും. സോ അതുകൊണ്ടായിരിക്കും അത് ചേഞ്ച് ചെയ്തത്. അതെനിക്കറിയില്ല. പണിഷ്മെന്റ് കൊടുത്തതല്ല. ഒഴിവാക്കേണ്ട ആവശ്യം അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒഴിവാക്കിയില്ലായിരുന്നെങ്കിൽ മേ ബി അവനായിരിക്കും കൂടുതൽ എമൗണ്ട് കിട്ടുക. സോ അത് നേരത്തെ ബിഗ് ബോസിന് അറിയാവുന്നത് കൊണ്ട് അവനെ അതിൽ മാറ്റിയതാണെന്ന് എനിക്ക് ഫീൽ ചെയ്തത്. അക്ബർക്ക് അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഓരോ എപ്പിസോഡ് കഴിയും തോറും ഓരോരുത്തരും ഇങ്ങനെ ലെവല് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരെ കയറുന്നു താഴ്ന്നു. ഇപ്പൊ ഹൈ ലെവലിൽ നിൽക്കുന്നതോ അങ്ങനെ വെച്ചാൽ നൂറ അതിലേക്ക് നന്നായിട്ട് ഗെയിം ചെയ്യുന്നുണ്ട്. എനിക്ക് ഫീൽ ചെയ്യുന്നത് ലൈക്ക് അവർ എൻട്രി ചെയ്ത സമയത്ത് രണ്ടുപേരും ഒറ്റ കണ്ടസ്റ്റന്റ് ആയിരുന്നു. മേ ബി ഫിനാലെ ആവുമ്പോഴും ഒറ്റ കണ്ടസ്റ്റന്റ് ആവാം, എനിക്കറിയില്ല. കറക്റ്റ് ആകുമായിരിക്കും തോന്നുന്നു. അതിനെപ്പറ്റി എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല, എനിക്കറിയില്ല. ഈ ഷാനവാസിന്റെ ഫിറ്റ്നസ് ഇല്ലേ, ഇത്രയും ഫിസിക്കലി ഫിറ്റായിട്ട് ഇല്ലാത്ത ഒരാളെയാണ് ബിഗ് ബോസ് കയറ്റി വിടുന്നത്. കാരണം ഒരു ഇഷ്യൂല്, നെവിനുമായിട്ടുള്ള ഇഷ്യൂല് കുറ്റം ഫുള്ള് നെവിന്റെ ഇതിലേക്കായി, തലയിലായി. കൊല്ലാൻ ശ്രമിച്ചവരായി അല്ലെ. അപ്പൊ ഇത്ര ഫിസിക്കലി ഫിറ്റ് അല്ലാത്ത ഒരാളെയാണ് ബിഗ് ബോസ് കയറ്റി വിടുന്നത്. നമുക്ക് ഓൾറെഡി എല്ലാ മെഡിക്കൽ ചെക്കപ്സും കാര്യങ്ങളും ഫിസിക്കലി ഫിറ്റ് ആണോ അല്ലയോ എന്നൊക്കെ നോക്കിയിട്ടാണ് കയറ്റി വിടുന്നത്. മേ ബി പുള്ളിക്കാരന് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ട്. ഇനി കുറച്ചു നേരം സംസാരിക്കും, ഞാൻ പോട്ടെ. ഞാനൊന്ന് പോട്ടെ.
അല്ല ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് അവിടെ കയറ്റുന്നത്. മേ ബി പുള്ളിക്കാരന് പെട്ടെന്ന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി കാണുമായിരിക്കും, ആ. അറിയില്ല. എനിക്ക് അവിടെ പോകാതെ എനിക്ക് കാര്യങ്ങൾ അറിയത്തില്ലല്ലോ അവിടെ എന്താ നടക്കുന്നത്. ഗെയിം മാറ്റാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? നമ്മൾ എൻജോയ് ചെയ്യാനല്ലേ പോകുന്നത്. ലൈക്ക് എല്ലാവരുടെ അടുത്ത് ചില്ല് ചെയ്യുക, ആ ബിഗ് ബോസ് ഹൗസ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. അവിടെ നിന്ന സമയത്ത് മര്യാദയ്ക്കൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം അനുമോളെ കുറിച്ച് ഇപ്പോഴത്തെ കാഴ്ചപ്പാട് ഈ ഗെയിം കണ്ടു. ഈ 16 ലക്ഷത്തിന്റെ PR കൊടുത്തിട്ട് വിൻ ചെയ്ത് കഴിഞ്ഞാല് അതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുമോ അനുമോൾക്ക്? എന്ത് തോന്നുന്നു? അത് അവളോട് ചോദിക്കേണ്ടി വരും. സാറ്റിസ്ഫാക്ഷൻ അവർക്ക് ഉണ്ടാവുമല്ലോ എനിക്കറിയില്ല. PR നമുക്ക് സംസാരിക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ.